നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഫെബ്രുവരി മാസത്തിലെ പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. പഞ്ചമിതിഥി വരുന്നത് ഫെബ്രുവരി 2 സൺഡേ ആണ്. അതായത് ഫെബ്രുവരി 2 ഞായറാഴ്ച. ഫെബ്രുവരി 1 ശനിയാഴ്ച വൈകുന്നേരം 7 PM പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇതിനുള്ളിൽ വരുന്ന പേരുകൾ മാത്രമേ എനിക്ക് പൂജയ്ക്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം അറിയാം. പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി അയച്ചിട്ട് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഏത് നാടിൽ നിന്നിട്ട് എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നത് വോയിസ് മെസ്സേജായിട്ട് ഇട്ടോളുക. തുടർന്ന് ചെയ്യുന്നവർക്ക് എല്ലാ ഇൻഫർമേഷൻസും അറിയാം. എന്നാൽ പുതുതായി കാണുന്നവർക്ക് അറിയില്ല വെച്ചാൽ ഈ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്താൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആവശ്യം തോന്നുന്നെങ്കിൽ നിങ്ങൾക്കും പേരുകൾ കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ എന്തിനെ പറ്റിയാണ് എന്ന് ചോദിച്ചാൽ, ഒത്തിരി സിമ്പിളായ ആഴ്ചയിൽ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു റെമഡിയാണിത്. എന്നാൽ ഒത്തിരി ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതുമാണ്. 2 ദിവസം അടുപ്പിച്ചെന്ന് പറയുമ്പോൾ വ്യാഴം, വെള്ളി അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വെള്ളി, ശനി അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ശനി, ഞായർ അങ്ങനെ ചെയ്യാം. 2 ദിവസം അടുത്തടുത്ത ദിവസം. ഇപ്പം വ്യാഴവും ശനിയും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്യാൻ പാടില്ല. അടുത്തടുത്ത് വരുന്ന 2 ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ 2 ദിവസം ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ വിഷയത്തെ ചെയ്തിട്ട് കിടന്നാൽ നിങ്ങൾ എന്ത് കാര്യം മനസ്സിൽ കരുതി ചെയ്യുന്നുവോ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ മോർണിംഗ് അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാര്യം ഇപ്പം നടന്നില്ല എങ്കിലും അതിലേക്ക് പോകാനുള്ള ഒരു വഴി നമുക്ക് തുറന്നു കിട്ടും. സോ ഇതിനാവശ്യമായ വസ്തുക്കൾ മീൻസ് നിങ്ങൾ കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ചെറിയ സാധനങ്ങൾ, ഒത്തിരി ഒന്നും വേണ്ട, 2 പൊരുൾ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ പരിഹാരത്തിന് വന്നിട്ട് നോ റൂൾസ്, യാതൊരുവിധ റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് എന്ത് വേണേലും കഴിക്കാം. നോൺ വെജ് കഴിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മാതിരി എന്ത് വേണേലും കഴിക്കാം. ഏത് രീതിക്കിരുന്നാലും. ഇപ്പോൾ പീരീഡ്സ് ടൈമിലായാലും യാതൊരു പ്രശ്നവും ഇല്ല. ഇതിന് വേണ്ടുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, കല്ലുപ്പ് ഓർ സോൾട്ട് ഉപ്പ്, ദാറ്റ് മീൻസ് കല്ലുപ്പായാലും കുഴപ്പമില്ല, തരിയുപ്പായാലും കുഴപ്പമില്ല എന്നാണ്. ഏതോ ഒന്ന് എടുത്തോളുക. അതുപോലെ മഞ്ഞൾപ്പൊടി, നമ്മൾ പാചകത്തിനെടുക്കുന്ന മഞ്ഞൾപ്പൊടി. ഈ 2 വസ്തുക്കളും മാത്രം ഇരുന്നാൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ്, കൂടെ മഞ്ഞൾപ്പൊടിയും. 1 സ്പൂണ് വീതം എടുത്താൽ മതി. ഈ പരിഹാരം വന്നിട്ട് നമ്മൾ എന്തിനു വേണ്ടിയാ ചെയ്യേണ്ടത് എന്നുള്ളത് ഫസ്റ്റിൽ മനസ്സിലാക്കിക്കൊള്ളുക. അതായത് നമ്മൾ ഒത്തിരി നാളായിട്ട് ഒരു കാര്യത്തിന് ട്രൈ ചെയ്തിട്ടേ ഇരിക്കുന്നു, ബട്ട് തടസ്സമായിട്ടേ ഇരിക്കുന്നു, അത് നടക്കുന്നില്ല. അത് നോക്കിയാൽ എന്താ ഒരു ഡൗട്ട്, എത്ര ആലോചിച്ച് നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. എന്നാലൊരു ഡൗട്ട് വന്നു, ഇത് കൺദൃഷ്ടി ആയിരിക്കുമോ? ചില നേരം വന്നിട്ട് നമുക്ക് ടൈം ശരിയില്ലയോ എന്തോ, നിറയെ നേരം ഒത്തിരി വട്ടം ഇങ്ങനെ ആകുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതോ നമ്മുടെ ആവശ്യമോ ഒന്നും നമ്മൾ നോക്കിയിട്ട് എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നതേ ഇല്ല. അങ്ങനെയെന്ന് നമ്മുടെ മനസ്സിന് തോന്നാറില്ലേ? തോന്നും. ഇതിനെല്ലാത്തിനുമുപരി വേറൊരു തരത്തിൽ നമ്മൾ വന്നിട്ട് നമ്മളെ ആശ്വാസപ്പെടുത്തുന്നു. അത് എങ്ങനെയെന്നാൽ, നമ്മുടെ കർമ്മ അങ്ങനെ ഇരിക്കുന്നതിനാലേ നമ്മൾ എങ്ങനെ ഓടി ഓടി ഒളിച്ചാലും അത് നടക്കേണ്ടത് നടക്കും എന്നത് നമ്മുടെ മനസ്സിനെ വന്നിട്ട് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം എന്നൊരു കാര്യം ഈ കർമ്മയെ കരുതുക. പിന്നെ ഈ പരിഹാരം വന്നിട്ട് സാധാരണമായി ചെയ്യുന്നതിലുപരി ഒരു മന്ത്രത്തെയും ചൊല്ലി
നിങ്ങളിത് ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മയെ തടുത്തു നിർത്തി ആ വിഷയം കുറച്ച് പോസിറ്റീവായിട്ട് വന്നു ചേരാനുള്ള ഒരു വായ്പ നമുക്ക് കിട്ടും. ശരിയാ? ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മുടെ കർമ്മ വന്നിട്ട് തീരും എന്ന അളവിന് അതൊരു നല്ല ഐതിഹ്യമായ ഒരു മന്ത്രമാണ്. മന്ത്രം എങ്ങനെ ചൊല്ലണം, ഇത് രണ്ടും ഈ പൊരുൾക്കൾ വച്ചിട്ട് നമ്മൾ ഈ പരിഹാരം എങ്ങനെ ചെയ്യുക, ഇതെല്ലാം പറയാം. എല്ലാവർക്കും വന്നിട്ട് ഈ കർമ്മ എന്നത് ആർക്കും ഇല്ലാതിരിക്കില്ല, എല്ലാവർക്കും ഉണ്ടാകും. നമ്മൾക്കേ അറിയാതെ ഏതോ ഒരു കഷ്ടപ്പാട്, മീൻസ് കടം വാങ്ങുന്നത്, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്, ഒരാളാലെ നമ്മൾ അപമാനപ്പെടുന്നത് എക്സെട്ര, ഈ കഷ്ടം എന്നതെല്ലാമേ കർമ്മയാണ്. ഈ കർമ്മയാലെ ഉണ്ടാകുന്ന ഫലമാണ് നമ്മൾ അനുഭവിച്ചിട്ടിരിക്കുന്നത്. സോ ഈ കർമ്മയെ എല്ലാം ഓവർകം ചെയ്ത് നമ്മൾ ചെയ്യ വേണ്ടിയ കാര്യത്തെ നമ്മൾ പോസിറ്റീവായി മാറ്റുന്നതിനുള്ള ടെക്നിക്കാണ് ഇത്. സോ ഇത് വന്നിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ എന്ത് ചെയ്യണമെന്നാൽ ജസ്റ്റ് 1 ടീസ്പൂൺ കമ്മിയായിട്ട്, ഒന്നുമില്ലെങ്കിലും 1 പിഞ്ചളവിന് കല്ലുപ്പായാലും എടുത്തോളുക, അല്ലെങ്കിൽ പൊടിയുപ്പ് ഏതോ ഒന്നിരുന്നാലും മതി എന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഓർക്കുന്നുണ്ടല്ലോ. ഈ ഉപ്പ് വന്നിട്ട് നിങ്ങളുടെ വലത് കൈയോടെ ഉള്ളം കയ്യിൽ വയ്ക്കണം. അതുപോലെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണിന് കുറച്ചെടുത്തിട്ട്, 1 ടീസ്പൂണിന് കമ്മിയായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഇടത് കൈയിലെ ഉള്ളം കയ്യിൽ ഇരിക്കണം. ഇത് രണ്ടും നിങ്ങളുടെ 2 കൈയിലെയും ഉള്ളം കയ്യിൽ ഇരിക്കണ മാതിരി വേണം വയ്ക്കാൻ. ചെറിയ സ്പൂണ് മതി. ഞാനിതിലിട്ടിരിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ, ഓർത്തോളുക. അളവ് ഞാൻ കാണിച്ചിട്ടുണ്ട്, 1 ടീസ്പൂണിന് കമ്മിയായിട്ട്. മനസ്സിലായല്ലോ? അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഓർത്തോളുക. മഞ്ഞൾപ്പൊടി വന്നിട്ട് നിങ്ങളുടെ ഇടത് കൈയിലിരിക്കണം, ഉപ്പ് വന്നിട്ട് വലത് കൈയിലിരിക്കണം. ഞാൻ ഈ വച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കൊള്ളുക നന്നായിട്ട്. ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഡെമോ ചെയ്ത് കാണിക്കുന്നതാണ്. പൊസിഷൻ എല്ലാം കറക്റ്റായിട്ട് നോക്കിക്കൊള്ളുക. ഇത് രണ്ടും കയ്യിൽ വെച്ചിട്ട് ഫേസ്റ്റിൽ നിങ്ങൾക്ക് ഏത് കാര്യം വന്നിട്ട് ശരിയാവണമെന്ന് കരുതുന്നുവോ അതുപോലെ കർമ്മ വന്നിട്ട് എന്ത് കാര്യത്തെയും തടുത്ത് നിർത്തില്ല, എല്ലാമേ പോസിറ്റീവായിട്ട് നമുക്ക് നടക്കും എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും നിങ്ങൾ കയ്യിൽ വച്ചിരിക്കുന്നല്ലോ. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനൊരു മന്ത്രത്തെ പറ്റി പറഞ്ഞല്ലോ, ആ മന്ത്രം കുറഞ്ഞത് 11 തവണ ചൊല്ലിയിട്ട് 2 കൈയും കൂടെ ചേർത്ത് തിരുമ്മുക. അതായത് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് തിരുമ്മി അത് വാഷ് ചെയ്ത് നമ്മൾ കഴുകിക്കളയുക. സിങ്കിൻ്റെ അടുത്ത് നിന്നിട്ട് വേണമെങ്കിൽ കൂടെയും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അതല്ലാച്ചാൽ നിങ്ങൾ ഒരു കാമൻ ക്വയറ്റ് പ്ലേസിലേക്ക് പോയിട്ട് ബക്കറ്റിലോ മഗ്ഗിലോ കുറച്ച് വെള്ളം വെച്ചിട്ട് 2 കൈയും തിരുമിയിട്ട് നിങ്ങൾ ഇങ്ങനെ കഴുകി വിട്ടാലും മതി. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഈ മന്ത്രം എങ്ങനെ ചൊല്ലണം എന്ന് വെച്ചാൽ 11 തവണ ചൊല്ലുക. ഈ 2 പൊരുൾക്കളും കയ്യിൽ വച്ചിട്ട് 11 തവണ മന്ത്രം ചൊല്ലണം. അതുപോലെ നമ്മുടെ കർമ്മകൾ വന്നിട്ട് ഏത് കാര്യവും ഏതും തടസ്സപ്പെടുത്തരുത്, എല്ലാമേ പോസിറ്റീവായിട്ടിരിക്കണം. അങ്ങനെ കരുതിക്കൂടെ ഈ കാര്യം നിങ്ങൾക്ക്, ഈ പരിഹാരം വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വലത് കയ്യിൽ ഉപ്പും ഇടത് കയ്യിൽ മഞ്ഞൾപ്പൊടിയും ഉള്ളം കയ്യിൽ വെച്ചിട്ട് രണ്ടും കൂട്ടിച്ചേർത്ത് തിരുമ്മി 11 തവണയിൽ കുറയാതെ മന്ത്രവും ചൊല്ലിയിട്ട് നന്നായിട്ട് തിരുമ്മി വാഷ് ചെയ്ത് കളയുക. ഇനി നമുക്ക് ആ മഹാമന്ത്രം ഏതാണെന്ന് നോക്കാം. മന്ത്രം ഇതാണ്: സനദാഹി ധൂമകർമ്മ ദ്വാരിഷ്ടം. സനദാഹി ധൂമകർമ്മ ദ്വാരിഷ്ടം. സനദാഹി ധൂമകർമ്മ ദ്വാരിഷ്ടം. ഈ മന്ത്രം വന്നിട്ട് കർമ്മയെ നമുക്ക് ഏത് അളവിന് അഫക്റ്റ് ചെയ്യാതെ, കർമ്മയാലെ നമുക്ക് ഒരു പ്രോബ്ലവും ഇല്ലാതെ ആക്കുന്ന അളവിന് സക്സസ് ആക്കാൻ പറ്റുന്ന മഹാമന്ത്രം. ഈ മന്ത്രം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുമ്പോൾ നമുക്ക് പിന്നിൽ മെയിനായിട്ട് സ്റ്റോപ്പ് ആകുന്ന കാര്യം കർമ്മ ആകണം. കാരണം
നമുക്ക് വരുന്ന പ്രോബ്ലംസ് എല്ലാമേ കർമ്മ മുഖേനയാണ് വരുന്നത്. സോ ആ കർമാക്കൾ എല്ലാമേ കുറേശ്ശെ നമ്മളെ വിട്ടു പോകുന്ന മാതിരി ഇരിക്കും. ഈ മന്ത്രവും മെത്തേഡും വീക്ക്ലി ട്വൈസ് നിങ്ങൾക്ക് ചെയ്യാം. ഡേയ്സൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്ത് വെച്ചോളുക. നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഈ മെത്തേഡ് ചെയ്തിട്ട് പോയി ഉറങ്ങുക. വേറൊന്നു കൂടെ പറയാം, എന്താ വെച്ചാൽ ഇതിപ്പോൾ 2 ദിവസം വീക്ക്ലി ട്വൈസ് ചെയ്യുന്നതാണ്. ഇനി റെഗുലറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് വെളിയിൽ പോകുന്നു, അത് വന്നിട്ട് നല്ലതായിട്ട് നടക്കണം എന്നൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിയിൽ പോകുന്നതിന് മുന്നേ ഒരു ജോലിക്ക് പോകുന്നു, അതായത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷൻ്റെ കാര്യം സംസാരിക്കാനാണ് പോകുന്നത്, എനിക്കതിന് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണം. എന്നിരുന്നാലും നിങ്ങൾക്കിത് ചെയ്തിട്ട് വെളിയിൽ പോകാം. മക്കൾ എക്സാമിന് പോകുന്നു, പഠിക്കാൻ പോകുന്നു, എൻ്റെ കുഞ്ഞിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം, പഠിച്ചത് ഓർമ്മയിരിക്കണം, എക്സാം എല്ലാം ഓർത്തെഴുതണം, നല്ല വിജയം കിട്ടണം എന്നതിനായിട്ടും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാം. സോ എല്ലാ കാര്യത്തിനും വിജയം കിട്ടാനായിട്ട് ഈ മന്ത്രം നിങ്ങളെ സഹായിക്കും. ഈ മന്ത്രവും പറഞ്ഞ്, അതായത് 11 ടൈംസ് ഈ മന്ത്രവും പറഞ്ഞ് ഈ മെത്തേഡും ചെയ്തിട്ട് നിങ്ങൾ വെളിയിൽ പോയിക്കോളുക. അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. 11 തവണ മന്ത്രം ചൊല്ലാൻ വിട്ടുപോകരുത്. 11 തവണയിൽ കൂടുതൽ എത്ര വേണേ ചൊല്ലാവുന്നതാണ്. ഓർത്തോളുക. ഇത് വന്നിട്ട് ഉപ്പും മഞ്ഞളും കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ കരുതുന്ന ഏത് കാര്യം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നടക്കണമോ അത് മനസ്സിൽ കരുതിയിട്ട് ഈ മന്ത്രം 11 തവണ ചൊല്ലിയിട്ട് ഈ മഞ്ഞളും ഉപ്പും കയ്യിൽ ചേർത്ത് വെച്ച് നന്നായിട്ട് ഞെരടി വെള്ളത്തിൽ നിങ്ങൾ വാഷ് ചെയ്തിട്ട് പൊയ്ക്കോളുക. വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക. ഇത് വന്നിട്ട് നമുക്ക് കാണാനായിട്ട് സാധാരണ ഒരു കാര്യമായിരിക്കും. മഞ്ഞളും ഉപ്പും വച്ച് ഇത് ചെയ്താൽ നടക്കുമോ, ചുമ്മാ ഒന്ന് നോക്കിക്കളയാം എന്ന് കരുതുന്നവർക്ക് കൂടെയും ചുമ്മായെങ്കിലും ചെയ്ത് നോക്കിക്കൊള്ളുക. ഇത് എങ്ങനെ ഫലം കിട്ടുമെന്നുള്ളത് നിങ്ങളപ്പോൾ നിങ്ങളുടെ കണ്ണാലെ കണ്ട് അതിശയപ്പെടുന്നതാണ്. ഇത് ഒത്തിരി പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു വിഷയം. ഇത് ഞാൻ പകർന്നു കൊടുത്തിട്ട് വിശ്വാസത്തോടു കൂടി ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് നിറയെ വന്ന ഒരു വിഷയമാണിത്. അതിനാലെയാണ് ഇത് ഞാൻ നിങ്ങൾക്കും പകർന്നു തരുന്നത്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളുക. ഇന്ന് മുഖ്യമായ ഒരു കാര്യത്തിന് എനിക്ക് പോകണം, ഞാൻ വീഡിയോ എന്നാൽ ഇപ്പോഴാണ് കണ്ടത്, ഒന്നിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോകാം എന്ന് കരുതുന്നവർക്ക് കൂടെ ഇത് ചെയ്തിട്ട് നിങ്ങൾ വെളിയിൽ പോയിട്ട് വന്നിട്ട് ഇത് തീർച്ചയായും നടന്നു എന്നുള്ള ഒരു കമൻറ്റ് എനിക്ക് നിങ്ങൾ ഇടും. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വിഷയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും. വീക്കിലി ട്വൈസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യുക. അതല്ല റെഗുലറായിട്ട് ചെയ്യണമെന്നാൽ ടൈമിങ്സ് നിങ്ങൾക്ക് ആവശ്യമില്ല. മുഖ്യമായ ഒരു കാര്യത്തിന് പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾക്കിത് ചെയ്തിട്ട് പോകാവുന്നതാണ്. ഉടനെ തന്നെ കാര്യം നടക്കണം എന്നുള്ളവരാണ് നമുക്ക് ചുറ്റിലുമുള്ളവർ. സോ അങ്ങനെയുള്ളവർക്ക് ഏത് സമയത്തിന് വേണേലും നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യത്തിനായിട്ട് വെളിയിലേക്ക് പോവുക. എഗെയിൻ റിപ്പീറ്റ് ചെയ്യാം. വീക്കിലി ട്വൈസ് ആണെങ്കിൽ അത് നൈറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മാത്രം ചെയ്യുക. ഏത് കാര്യം നടക്കണം, എന്ത് പ്രശ്നം നമ്മളിൽ നിന്ന് അകന്നു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ 11 തവണ ഈ മന്ത്രവും ചൊല്ലി കയ്യിലിരിക്കുന്ന ഉപ്പും മഞ്ഞളും നന്നായിട്ട് മിക്സ് ചെയ്ത് ഞെരടി നിങ്ങൾ വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് പൊയ്ക്കോളുക. സോ ഇത്രയേ ഉള്ളൂ ഈ മെത്തേഡ്. ഒത്തിരി വന്നിട്ട് സിമ്പിളായിട്ടുള്ള മെത്തേഡ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് എനിക്ക് കമൻറ്റിൽ പറയുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്തോളുക. ഫ്രണ്ട്സ്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള നല്ല നല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് പകർന്നു തരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും
നന്ദി, നമസ്കാരം.